KPCC പ്രസിഡന്റ് ആരാകും? 12 പേരുകൾ പറഞ്ഞു തുടങ്ങിയതാണ്. അവസാനം 2 പേരുകളിൽ എത്തിയിരിക്കുകയാണ്. രണ്ടും വളരെ പ്രധാനപ്പെട്ട പേരുകളാണ്. രണ്ടിനും രണ്ടിൻ്റേതായ മെരിറ്റുകളുണ്ട്. ഒന്ന്, ഇപ്പോൾ തന്നെ KPCCയുടെ സീനിയർ ഭാരവാഹിയായിട്ടുള്ള ഷാഫി പറമ്പിൽ MPയെ കൊണ്ടുവരണം എന്നതാണ് KC വേണുഗോപാലിൻ്റെ ഒരു താല്പര്യം. അത് ഗ്രൂപ്പൊന്നുമല്ല, അദ്ദേഹത്തിൻ്റെ ഒരു താല്പര്യം. അതേസമയം മല്ലികാർജുൻ ഖാർഗെയ്ക്ക് കൊടിക്കുന്നിൽ സുരേഷ് വന്നാൽ കൊള്ളാം. കാരണം കൊടിക്കുന്നിൽ സുരേഷ് വളരെ സീനിയർ നേതാവാണ്. പലവട്ട MP ആയിരുന്ന ആളാണ്. വളരെ സീനിയർ, പ്രായം കൊണ്ടുമൊക്കെ സീനിയർ ആരാണ്. അപ്പോൾ അദ്ദേഹത്തിനൊരു ചാൻസ് കൊടുക്കണം എന്നുള്ള ഒരു തോന്നൽ, കൊടിക്കുന്നിൽ സുരേഷിന് ഒരു അവസരം കൊടുക്കണം എന്നുള്ളതാണ് മല്ലികാർജുൻ ഖാർഗെയുടെ ഒരു മനസ്സിലിരിക്കുന്നത്. കേരളത്തിൽ ഈ ശിവഗിരി മഠത്തിൻ്റെ മഠാധിപതി സ്വാമി സച്ചിദാനന്ദൻ ഒരിക്കൽ പറയുകയുണ്ടായി, ഈ ഇദ്ദേഹത്തെ കൊടിക്കുന്നിൽ സുരേഷിനെ KPCC പ്രസിഡന്റ് ആക്കണം എന്ന് പറയുകയുണ്ടായി. പക്ഷേ അത് 2 കാരണങ്ങൾ കൊണ്ട് ആക്കേണ്ടതാണ്. ഒന്ന്, അദ്ദേഹം സീനിയറാണ്, പിന്നെ MP ആണ്, വളരെ സീനിയർ MP ആണ്. മാത്രമല്ല അദ്ദേഹം അദ്ദേഹത്തിന് മറ്റൊരു പ്രാതിനിധ്യം കൂടെ കിട്ടും. KPCC പ്രസിഡന്റ് ആയിക്കഴിഞ്ഞാൽ മറ്റൊരു പ്രാതിനിധ്യം കൂടെ കിട്ടും. അത് കിട്ടേണ്ടത് ആവശ്യമാണ്. കാരണം നമ്മൾ ദളിത് വിഭാഗത്തിൽ നിന്നും പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിൽ നിന്നൊക്കെ ഉയർന്നു വരുന്നവർ വളരെ കുറവാണ്. രാഷ്ട്രീയ രംഗത്തായാലും ഉദ്യോഗസ്ഥ രംഗത്തായാലും ഒക്കെ വളർന്നു വരുന്നവർ വളരെ കുറവാണ്. പക്ഷേ ഇദ്ദേഹം അതിൻ്റെ മെരിറ്റിലൊന്നും വന്ന ആളല്ല, റിസർവേഷനിലൊന്നും കയറി വന്ന ആളല്ല. അദ്ദേഹം കൃത്യമായ മെരിറ്റിൽ കോൺഗ്രസിൽ പ്രവർത്തിച്ച് കയറി വന്ന ആളാണ്. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തെ ജാതിയുടെ അഡ്രസ്സ് വെച്ച് അദ്ദേഹത്തെ അളക്കുകയോ ജാതിയുടെ അഡ്രസ്സ് വെച്ച് അദ്ദേഹത്തിന് കൊടുക്കുകയോ ചെയ്യുന്നത് ന്യായമല്ല. പക്ഷേ ഞാൻ പറഞ്ഞതല്ല, നമ്മളിപ്പോൾ ഒരാൾ വളർന്നു വരുമ്പോൾ അയാൾ ഏത് സാഹചര്യത്തിൽ വളർന്നു എന്ന് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വളരെ കഷ്ടപ്പെട്ടിട്ടുള്ള ഒരു ജീവിതം നയിച്ചിട്ടുള്ള ഒരാൾ KPCCയുടെ വലിയ ഭാരവാഹിയായി MP ആയിട്ടൊക്കെ പലവട്ടം MP ആയിട്ടൊക്കെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിന് KPCC പ്രസിഡന്റ് കൊടുക്കാനുള്ള സാധ്യത വളരെ വലുതാണ്. അതേസമയം മൈനോറിറ്റി കമ്മ്യൂണിറ്റി, മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നിന്നുള്ള ഒരാളെന്നുള്ള നിലയിലും, അതുപോലെ തന്നെ യൂത്ത് കോൺഗ്രസിൻ്റെ ഭാരവാഹി എന്നുള്ള നിലയിലും, ചെറുപ്പക്കാരൻ എന്നുള്ള നിലയിലും, നല്ല ക്രൗഡ് പുള്ളർ, ശരിക്കും പറഞ്ഞാൽ ക്രൗഡ് പുള്ളറാണ്, ക്രൗഡ് പുള്ളർ എന്നുള്ള നിലയിലും മാസിനെ അട്രാക്റ്റ് ചെയ്യാൻ കഴിയുന്ന ആളെന്നുള്ള നിലയിലുമൊക്കെ ഷാഫി പറമ്പിലിൻ്റെ പേര് വയ്ക്കുന്നതും തെറ്റില്ല. അപ്പോൾ ഷാഫി പറമ്പിലും കൊടിക്കുന്നിൽ സുരേഷുമാണ് ലാസ്റ്റ് ലാപ്പിൽ അവസാന റൗണ്ട് നിൽക്കുന്നത്. ഇതിലാര് ജയിക്കുമെന്ന് പറയാൻ നമുക്കറിയില്ല. എന്തായാലും KPCC പ്രസിഡന്റ് സ്ഥാനം ഉടനെ വരും. നമ്മുടെ സണ്ണി ജോസഫ് വക്കീൽ ഇപ്പോൾ മാറാനുള്ള സാധ്യതയുണ്ട്. അദ്ദേഹം മന്ത്രിയായി മാറാൻ സാധ്യതയുണ്ട്. ഇതിനിടയിൽ VD സതീശൻ്റെ ഒരു അഭിപ്രായവും കൂടി എടുക്കാനും സാധ്യതയുണ്ട്. PM സുധീരൻ്റെ അഭിപ്രായം എടുക്കാൻ സാധ്യതയുണ്ട്. ഇപ്പോഴുള്ള KPCC പ്രസിഡന്റ് സണ്ണി ജോസഫിൻ്റെ അഭിപ്രായം എടുക്കാൻ സാധ്യതയുണ്ട്. രമേശ് ചെന്നിത്തലയുടെ അഭിപ്രായം എടുക്കാൻ സാധ്യതയുണ്ട്. K മുരളീധരൻ്റെ അഭിപ്രായം എടുക്കാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ 4-5 പ്രധാനപ്പെട്ട നേതാക്കളുടെ അഭിപ്രായം കൂടി എടുക്കാനുള്ള സാധ്യതയുമുണ്ട് ഒരാൾ വരുമ്പോൾ. പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ആളെ സംബന്ധിച്ചിടത്തോളം, 2 പേരെ സംബന്ധിച്ചിടത്തോളവും, ഒന്ന് മല്ലികാർജുൻ ഖാർഗെ സപ്പോർട്ട് ചെയ്യുന്ന കൊടിക്കുന്നിൽ സുരേഷിനെ സംബന്ധിച്ചിടത്തോളവും, KC വേണുഗോപാൽ സപ്പോർട്ട് ചെയ്യുന്ന ഷാഫി പറമ്പിലിനെ സംബന്ധിച്ചിടത്തോളം 2 കൂട്ടരും വെൽ അക്സെപ്റ്റഡ് ആയിട്ടുള്ള ആളുകളാണ്, വെൽ നോൺ ആളുകളാണ്, സാധാരണ ആളുകളല്ല. ഇതെവിടെ നിന്ന് എടുത്തുകൊണ്ട് വന്നു എന്ന് ആരും ചോദിക്കത്തില്ല. വളരെ അറിയപ്പെടുന്ന കേരള രാഷ്ട്രീയത്തിൻ്റെ പൊതുരംഗത്തും രാഷ്ട്രീയ രംഗത്തും സാമൂഹ്യ രംഗത്തും സാംസ്കാരിക രംഗത്തും ഒക്കെ വളരെ വലിയ തോതിൽ ഉയർന്നു നിൽക്കുന്ന 2 പേരാണ്. 2 പേരിൽ ആരായാലും അതൊരു വലിയ അസറ്റ് തന്നെയാണ്. 2 പേർക്കും 2 തരത്തിലുള്ള കഴിവുകളാണുള്ളത്. 2 കോർഡിനേഷൻ ലെവലാണ്. ഒന്ന് ജൂനിയേഴ്സിനെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും യൂത്തിനെയൊക്കെ നന്നായി കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന ഷാഫി പറമ്പിലുണ്ട്. കുറച്ച് മുതിർന്ന ആളുകളെ കോർഡിനേറ്റ് ചെയ്യാൻ കഴിയുന്ന കൊടിക്കുന്നിൽ സുരേഷുണ്ട്. അപ്പോൾ 2 കൂട്ടരും എന്താണ് ചെയ്യുന്നത് നമുക്കറിയില്ല. എന്തായാലും രാജ്യത്ത് കൃത്യമായി KPCCയുടെ പ്രസിഡന്റിനെ തീരുമാനിക്കാനുള്ള പ്രോസസ്സ് ഡൽഹിയിൽ ആരംഭിച്ചിട്ട് കുറച്ച് കാലമായി അത് ഫൈനലൈസ് ചെയ്യുകയാണ്. ആ ഫൈനലൈസ് ചെയ്യുന്ന യോഗത്തിൽ, അല്ലെങ്കിൽ ഫൈനലൈസ് ചെയ്യുന്ന വിഷയത്തിൽ ഇതിൽ ആരായിരിക്കും, ഞാൻ ഈ പറഞ്ഞ പോലെ 2 പേരിൽ 10-12 പേരിൽ നിന്ന് സ്ക്രീൻ ചെയ്താണ് 2 പേരിലെത്തിയിരിക്കുന്നത്. ആ 2 പേരിൽ ഒന്ന് മല്ലികാർജുൻ ഖാർഗെയ്ക്ക് വേണ്ടപ്പെട്ട ആളും ഒന്ന് KC വേണുഗോപാലിന് വേണ്ടപ്പെട്ട ആളുമാണ്. അപ്പോൾ ഇതിൽ ആരാകുമെന്നുള്ളത് നമുക്ക് കാത്തിരുന്നു കാണാം. ഒന്ന്, നമുക്ക് എല്ലാവർക്കും പരിചയമുള്ളവരാണ് 2 പേരും ജനപ്രതിനിധികളാണ്. അതുകൊണ്ട് തന്നെ വളരെ കൃത്യമായി ആരാകും എന്നുള്ള കാര്യത്തിൽ നമുക്കിപ്പോൾ ഒരു തർക്കം ഉണ്ട്, അല്ലെങ്കിൽ നമുക്കൊരു ധാരണാക്കുറവ് നമുക്കുണ്ട്. പക്ഷെ അകത്ത് കാണുമായിരിക്കും. എന്തായാലും വരും ദിവസങ്ങളിൽ KPCCയുടെ പ്രസിഡന്റ് ആര്, ഈ തോമസ് തന്നെയാണോ, നേരത്തെ അല്ല നമ്മുടെ ഇദ്ദേഹമാണോ, ഷാഫി പറമ്പിലാണോ, അതോ KPCCക്ക് വരുന്നത് കൊടിക്കുന്നിൽ സുരേഷാണോ എന്ന് നമുക്കറിയില്ല. എന്തായാലും നമുക്ക് കാത്തിരുന്നു കാണാം.